പരീക്ഷാ നടത്തിപ്പിനിടെയുണ്ടായ തർക്കം അവിടെ എല്ലാം വിശദമായിട്ട് പറഞ്ഞു, എല്ലാം വിശാലമായിട്ട് വെറുതെ വേണ്ടാന്ന് പറയുന്ന ഒരു കാര്യത്തിന് വാശി പിടിക്കുക. കണ്ണൂർ പോലീസ് സൊസൈറ്റിയുടെ നൈറ്റ് വാച്ച്മാൻ തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്കിടെയുണ്ടായ പ്രതിഷേധമാണ് തുടരുന്നത്. അവിടേക്ക് നിയുക്ത MLA ടി ഒ മോഹനൻ എത്തിയിരിക്കുന്നു. അർജുൻ കല്യാട് വരും. അർജുൻ, ഇപ്പോൾ നിയുക്ത MLA അവിടേക്ക് എത്തിയിട്ടുണ്ട്. പോലീസും KSU പ്രവർത്തനം തമ്മിലുള്ള വാക്തർക്കം തുടരുകയും ചെയ്യുകയാണ്. എന്താണ് വിവരങ്ങൾ? ഇവർക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ ഇതിനകത്ത് ഒളിപ്പിക്കാനുണ്ട്. മീഡിയാസിനെ പോലും മുകളിലേക്ക് ഓഫീസിലേക്ക് കയറ്റി വിടുന്നില്ല. നമ്മുടെ കണ്ണൂർ MLA അവിടെ മുകളിൽ ഓഫീസിൽ പോയി അതിൻ്റെ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ KSUക്കാരനായ ഒരു ചെറുപ്പക്കാരന് പരിക്കടക്കം ഏറ്റിട്ട് ആ വിഷയത്തിനകത്ത് സംസാരിക്കുമ്പോൾ പോലും പോലീസുകാർ അനുവദിക്കുന്നില്ല മീഡിയാസിന് മുകളിൽ ഓഫീസിൽ പോകാൻ വേണ്ടി. മീഡിയാസ് ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കടന്നു വരണം, മുകളിലെ ഓഫീസിലേക്ക് കടന്നു വന്ന് അതിലെ MLAയും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ വിഷയത്തിൻ്റെ അകത്ത് ഫുട്ടേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം, നിങ്ങൾ എടുക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പോലീസ് പറയുന്നത് ഇവരെ കടത്തിവിടില്ല, മീഡിയാസിനെ കടത്തിവിടില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ KSU പ്രവർത്തകനാണോ പരിക്കേറ്റത്? സെക്രട്ടറിയാണ് ഇതിന് പരിക്കേൽപ്പിച്ചത്. ബലം പ്രയോഗിച്ച് ആ KSUക്കാരെ ഇവിടുന്ന് മാറ്റി നിർത്തുമ്പം പരിക്കേറ്റതാണ്. അനധികൃതമായി ഇത്തരത്തിലുള്ള പരീക്ഷ നടത്തി ഇവിടെയുള്ള ആളുകൾക്ക് പിന്നെ തൊഴിലവസരങ്ങൾ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോൾ കണ്ണൂർ MLA മോഹനൻ ഇപ്പോൾ ഇവിടെ എത്തി സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KSU പ്രവർത്തകരും അതുപോലെ തന്നെ അർജുൻ കല്യാട്, എന്താണ് അവിടെ നടക്കുന്നത്? MLA ടി ഒ മോഹനനോടൊപ്പമാണ് ഈ ഇവിടെ മാധ്യമങ്ങളിൽ കാണുന്നു, ഇവിടെ മുഴുവൻ തട്ടിപ്പാണ്, ഇവിടെ മുഴുവൻ വൗച്ചറില്ല, ചെലവുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ മാധ്യമങ്ങളിലൂടെ കാണുന്നു. ഇതൊക്കെ അപ്പൊ ഇവിടെ ഒരു എന്തോ ഒരു രോഗമാറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആദ്യഘട്ടത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. നിങ്ങൾ വന്നേ പിന്നെ അവരെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റുന്നു. നിങ്ങൾ തന്നെ ഇതിന്റെ ബോർഡിന്റെ ആധിപത്യമാക്കുന്നു. മറ്റാർക്കും കടന്നു വരാൻ പറ്റാത്ത ഒരു രോഗമാക്കി മാറ്റുന്നു. ഇവിടെ ചെലവാക്കുന്നതിന് വൗച്ചറില്ല. എല്ലാവർക്കും ഈ സ്ഥാപനം സൊസൈറ്റി തുടങ്ങി അന്ന് SP അല്ല ഇതിന്റെ പ്രസിഡന്റ്. വന്ന പിന്നെയാണ് അതിനകത്ത് ഭരണസഭ ജനറൽ ബോർഡ് തീരുമാനം എടുത്തിട്ട് SP മാറ്റിയെടുത്ത് നിങ്ങൾ തന്നെ ഒരു ലോകം സൃഷ്ടിച്ചാണ്. നിങ്ങൾ അവിടെ സാറ് മോശമാണ്.
അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പരീക്ഷ എഴുതാനുള്ള സൗകര്യം കൊടുക്കണം. അത് ഇന്നത്തെ പരീക്ഷ നിങ്ങൾ മാറ്റിവെച്ചിട്ടാലും ആ ചെയ്യണം. നമ്മൾ പറയുന്ന ഒറ്റ ഡിമാൻഡ് അതേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടില്ല. അത് അസന്നിഗ്ധമായി പറയുന്നത്. അല്ലാതെ അപേക്ഷിച്ച ഒരു വിഭാഗത്തെ മറച്ചു വെച്ചുകൊണ്ട് അവരെ പുറത്തു നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ മാത്രം വിളിച്ച് പരീക്ഷ നടത്തി മുന്നോട്ട് പോകാൻ വിടില്ല. അതേത് വഴിയാണ് നിങ്ങൾക്ക് അറിയാം. ഈ പരമബുദ്ധിയിലെ കോൺഗ്രസ് ആയി പഠിച്ചു വെക്കണോ? DC ജനറൽ സെക്രട്ടറി അറിയില്ല, MLA അറിയാം. MLA അറിയാം. കണ്ണൂർ MLA അറിയിപ്പോ. കണ്ണൂർ MLA അറിയോ? ഗുണ്ടകളെ പോലെ ഗുണ്ടകളെ പോലെ CPM ഓഫീസിലും പോയി പറഞ്ഞാൽ മതി കേട്ടോ. ഇവനെ കോളർ കുടിച്ച് ശബ്ദം ഉണ്ടാക്കല്ല. അതായത് ഒരു മിനിറ്റ് പറയട്ടെ. സംസാരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞത് എല്ലാവർക്കും സമർപ്പിച്ച മുഴുവൻ ആളുകൾക്കും രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നിട്ടാണ് പരീക്ഷ എന്നാ പറഞ്ഞത്. ഇവിടെ എനിക്ക് കിട്ടിയ പരാതി അപേക്ഷ എല്ലാവർക്കും ഇല്ല, സെലക്ട് ചെയ്ത കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞ അതല്ല എന്ന് ഇവർ പറയുന്നു. ഞാനിവിടെ ഒരാളെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ പറഞ്ഞത് ഹോൾ ടിക്കറ്റ് എടുക്കാതെയാണ് വന്നത്. ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് വന്ന് ഇയാൾ പുറത്താണ്. ഒരു സഹപ്രവർത്തകൻ ഉള്ളിലുണ്ടേനു. അപ്പൊ പറഞ്ഞു എനിക്ക് ഹോൾ ടിക്കറ്റ് കിട്ടില്ല സാറേ സെക്രട്ടറിയോട്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഞാനാണ് അവന്റെ വർത്തമാനം പറഞ്ഞു. സെക്രട്ടറി എക്സാം കൺട്രോളർ എക്സാം. അപ്പൊ ഞാനത് ഇടപെട്ടു. ഞാൻ സാർ എക്സാം വന്നെടുത്ത് ഇങ്ങനെ അടിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ പറഞ്ഞത് ഞാനാടാ എന്റെ പല്ലേക്കും നീ അങ്ങനെയാക്കും. അപ്പൊ ഡോറ് കൂട്ടി ഷട്ടർ അടിച്ച് MLA സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കത്ത് പോയിട്ടില്ല എന്നാണ് അവർ പരാതിപ്പെടുന്നത്. അതിന്മേലുള്ള തർക്കം അപ്പോഴും തുടരുന്നു. കെ കരുണാകരൻ